കേൾക്കാമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് സഭയുടെ മുൻപാകെ നിൽക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഞാൻ ക്വയറ്റ് എടുത്ത സമയത്ത് ദൈവം എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. മറ്റ് CMF-കളിലൊക്കെ ഞാനത് ഷെയർ ചെയ്തു. പക്ഷേ I thought it is worthwhile to share it in church as well. യാക്കോബിന്റെ ജീവിതത്തിൽ കൂടെ ഒരു പെട്ടെന്നൊരു യാത്ര പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പക്ഷെ എന്നിരുന്നാലും യാക്കോബിന്റെ ജീവിതത്തിലെ കുറച്ച് ലാൻഡ്മാർക്സ് അല്ലെങ്കിൽ വഴിത്തിരിവുകൾ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ നോക്കി അവിടെ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുകൊണ്ട് നമുക്ക് പോകാം. എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആണ് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് പോകുവാനായിട്ട് ശ്രമിക്കാം. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കുന്നു. Lord Jesus, let the words of my mouth and the meditation of our hearts be acceptable in your sight. Amen. യാക്കോബിന്റെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അബ്രഹാമിന്റെ ചെറുമകനും ഇസഹാക്കിന്റെ മകനുമായ യാക്കോബിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. യാക്കോബ് തന്റെ സഹോദരനായ ഏശാവുമായിട്ട് തുടക്കത്തിൽ അത്ര നല്ല ഒരു ബന്ധത്തിലല്ലായിരുന്നു എന്ന് നമുക്കറിയാം. യാക്കോബും ഏശാവും അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ വളരെ അല്ലെങ്കിൽ വളരെ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബും ഏശാവും ഉണ്ടാകുന്ന സ്ഥലം എക്സാക്ട്ലി എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും ഉൽപ്പത്തി പുസ്തകം 25:11, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 11, അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബേർ ലഹായ് റോയിക്ക് അരികെ പാർത്തു. ബിയർ ലഹായ് റോയി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇസഹാക്ക് വന്ന് സെറ്റിൽ ചെയ്യുന്നത് എന്നാണ് നാം ആദ്യം കാണുന്നത്. അതിനുശേഷം നാം വായിക്കുന്നത് 20-ാമത്തെ വാക്യം മുതൽ അബ്രഹാമിന്റെ വംശപാരമ്പര്യമെല്ലാം നാം കാണുന്നു. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിക്കുന്നു. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ ലാബാന്റെ സഹോദരിയായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. 21-ാമത്തെ വാക്യം, തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അതിന്റെ ഇടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ നാം മനസ്സിലാക്കുന്നത് ബിയർ ലഹായി റോഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് യാക്കോബും ഏശാവും ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴാണ് റിബേക്ക ഗർഭം ധരിച്ചു, ശിശുക്കൾ തമ്മിൽ ഗർഭപാത്രത്തിൽ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ അപ്പോഴാണ് റിബേക്ക ആദ്യമായിട്ട് അറിയുന്ന തന്റെ ഉള്ളിൽ ഒരു ട്വിൻസ് ആണ്. അതിന് മുമ്പ് ട്വിൻസ് ഉള്ള കാര്യം അന്ന് അൾട്രാസൗണ്ടോ വേറെ മറ്റ് സ്കാനിങ്ങോ ഒന്നും ഇല്ലായിരുന്ന സാഹചര്യമാണ്. ഇതിനു മുമ്പ് ട്വിൻസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല, ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല. റിബേക്ക ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയത്ത് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്, നിന്റെ ഉള്ളിൽ 2 ജാതികളുണ്ട് എന്ന് പറയും. അതിനുശേഷം അപ്പോഴേ പറയാണ്, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച ദൈവത്തെ നാം അവിടെ കാണും. അതിനുശേഷം അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു,
മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെയിരുന്നു. അവൻ ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. അപ്പോ യാക്കോബ് ലോകത്തോട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്, ഐ ആം സെക്കൻഡ് ടു നോ വൺ. ഞാൻ ഏശാവിന്റെ പുറകെ വരേണ്ട ഒരുവനല്ല, ഞാനും മുന്നിൽ തന്നെ. നമ്മൾ പിന്നീടുള്ള യാക്കോബിന്റെ ജീവിതത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഐ ആം സെക്കൻഡ് ടു നോ വൺ. ഇതെല്ലാം നാം കാണുന്നത് ബിയർ ലഹായി റോയി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബിയർ ലഹായി റോയി എന്ന് പറയുന്നത് നാം ഏറ്റവും ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. സാറായിയുടെ പീഡനം മൂലം ഓടിപ്പോകുന്ന ഹാഗാർ ഗർഭവതിയായിരിക്കെ സാറായിയുടെ പീഡനം മൂലം ഓടിപ്പോകുന്ന ഹാഗാർ വളരെയധികം പ്രയാസപ്പെട്ട് ഇരുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ വന്ന് ഹാഗാറിന് കൊടുക്കുന്ന പ്രോമിസ് ആണ്. അവിടെ ഹാഗാർ ഇട്ട പേര്, ആ സ്ഥലത്തിന് ഹാഗാർ ഇട്ട പേരാണ് ബിയർ ലഹായി റോയി എന്ന് പറയുന്നത്, വിച്ച് മീൻസ് the well of God who sees me. അവിടെ ദൈവം എൽ റോയി എന്ന് പറഞ്ഞാൽ ദൈവം കാണുന്നു, അല്ലെ ഗോഡ് ഹു സീസ് മീ എന്നാണ് അർത്ഥം. അവിടുത്തെ ആ കിണറിന് ബിയർ ലഹായി റോയി എന്ന് ഹാഗാർ പേരിടുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് ഇസഹാക്ക് പിന്നീട് വന്ന് സെറ്റിൽ ആവുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കും ഇതെല്ലാം ആ പ്രോമിസ്ഡ് ലാൻഡിന്റെ ഭാഗമാണ്. കനാനിലേക്ക് അബ്രഹാമിനെയും ഇസഹാക്കിനെയും തന്റെ ഡിസെൻഡൻസിനെയും വിളിച്ച് കൊണ്ടുവന്ന ദൈവം, ഇതെല്ലാം ആ കനാൻ പ്രദേശത്തെ ഒരു കാര്യമാണ്. ആ പടത്തിനകത്ത് ആ യെല്ലോ കളറിൽ, മഞ്ഞ കളറിലുള്ള സ്ഥലമാണ് ബിയർ ലഹായി റോയി. നാം മനസ്സിലാക്കേണ്ടത് കനാൻ ആ വാഗ്ദത്ത നാട്ടിലായിരിക്കുമ്പോഴാണ് യാക്കോബും ഏശാവും ജനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നാം ഇതാണ് കാണുന്നത്. അബ്രഹാമിനെ വിളിക്കുന്ന ദൈവത്തെയാണ് നാം അവിടെ കാണുന്നത്. 3 മുതൽ 8 വരെ, ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 3 മുതൽ 8 വരെ. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുകയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതാവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായി. ഇത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. പിന്നീട് നാം 26-ാമത്തെ അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ദൈവവാഗ്ദത്തം ഇസഹാക്കിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 26-ന്റെ 2 മുതലുള്ള വാക്യം. അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ഇസ്രായേലിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത്, ഇസഹാക്കിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. അപ്പം ഒരു വാഗ്ദത്ത നാട്ടിലാണ് ഇസഹാക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമുണ്ട്, തനിക്ക് തന്നേതായ ലഭിച്ച ഒരു വാഗ്ദത്തമാണ്. ഇതുവരെയായിട്ട് യാക്കോബിനോട് ഈ ഒരു വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷെ എന്നിരുന്നാലും യാക്കോബും ഏശാവും ജനിക്കുന്നത് ഈ വാഗ്ദത്ത നാട്ടിലാണ്. പിന്നീട് നാം കാണുന്നത് 26-ന്റെ 23. അതിനു മുമ്പ് ഈ അബീമലേക്കുമായിട്ട്, കിങ് അബീമലേക്കുമായിട്ട് ഇസഹാക്കിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. തന്റെ ആടുമാടുകൾക്ക് വേണ്ടിയിട്ട് താൻ 1-2 കിണറുകൾ അവിടെ കുഴിക്കുന്നു. അപ്പോൾ അബീമലേക്കിന്റെ ആൾക്കാർ വന്ന് ഇത് തങ്ങളുടേതാണെന്ന് പറയുന്നു. അതിന് ഇസഹാക്ക് എസെക്ക് എന്ന് പേരിടുന്നു. അതിനുശേഷം വീണ്ടും ഒരു കിണർ കുഴിക്കുന്നു. എസെക്ക് എന്ന വാക്കിന് അർത്ഥം മത്സരം അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് എന്നാണ്. രണ്ടാമത് ഒരു കിണറൂടെ കുഴിക്കുന്നു. അവര് വീണ്ടും വന്ന് പറയുന്നു ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. അതിന് സിത്ന എന്ന് പേരിടുന്നു. അതിന്റെ അർത്ഥം
ഒപ്പോസിഷൻ അല്ലെങ്കിൽ എതിർപ്പ് എന്നാണ്. മൂന്നാമതൊന്നും കൂടെ ഒരെണ്ണം കൂടെ കുഴിക്കുന്നു, അവിടെ വെള്ളം കാണുന്നു, അവര് അതിനെ ചൊല്ലി ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതിന് റഹോബോത്ത് എന്ന് പേരിടുന്നു, അല്ലെങ്കിൽ ഗോഡ് ഹാസ് ഗിവൺ മീ റൂം, ഇടം തന്നിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് റഹോബോത്ത് എന്ന് പേരിടുന്നു. ഇതെല്ലാം യാക്കോബും ഏശാവും ഉണ്ടായതിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ പ്രോബബ്ലി യാക്കോബും ഏശാവും ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ ഇതെല്ലാം ഇസ്ഹാക്ക് ചെയ്യുന്നത് അവർ കാണുന്നുണ്ടായിരിക്കാം. വാഗ്ദത്ത നാട്ടിലാണ് എങ്കിൽ പോലും അനേകം എതിർപ്പുകളും മത്സരങ്ങളും ഇടയ്ക്ക് റൂംസ് ഇടം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കനാൻ ദേശത്തിൽ അല്ലെ വാഗ്ദത്ത ദേശത്തിൽ വന്നു എങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സാഹചര്യമല്ല നാം ഇവിടെ കാണുന്നത്. പിന്നീടാണ് അതിനുശേഷമാണ് ബേർഷബ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇസ്ഹാക്ക് പോകുന്നത്, വിച്ച് മീൻസ് വെൽ ഓഫ് ഓത്ത്, ഉടമ്പടിയുടെ കിണർ. ഉടമ്പടിയോടുകൂടി ഇസ്ഹാക്കും യാക്കോബും ഏശാവും ദൈവവും ഇസ്ഹാക്കും തമ്മിലുള്ള ഉടമ്പടിയുടെ മധ്യത്തിലാണ് യാക്കോബും ഏശാവും വളർന്നു വരുന്നത്. പക്ഷേ മത്സര ബുദ്ധിയും പ്രയാസങ്ങളും ചീറ്റിങ്ങും എല്ലാം യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണും. താനൊരു ഉടമ്പടിയുടെ ഇതിലാണ് ജീവിക്കുന്നത്, തന്റെ പിതാക്കന്മാരുടെ ഓത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും തന്റെ ഉള്ളിൽ ദ പ്രസൻസ് ഓഫ് സിൻ ഉണ്ട് എന്ന് നാം തിരികെ നോക്കുമ്പോൾ നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നോക്കാം, ചിലപ്പോൾ നാം ക്രിസ്തീയ പാരമ്പര്യത്തിൽ പശ്ചാത്തലത്തിൽ വളർന്നു വന്നവരായിരിക്കാം. നമ്മുടെ പേരൻസിന് ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരുന്നിരിക്കാം. അവര് നമ്മളോട് ദൈവഭയത്തിൽ വളർന്നു വരുവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ the essence of sin is there in all of us. പാപത്തിന്റെ കരാളാവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. നാം ചേർച്ചിൽ വളരെ ആക്റ്റീവ് ആയിരിക്കാം, സൺഡേ സ്കൂളിൽ ആക്റ്റീവ് ആയിരിക്കാം, പക്ഷേ നാം പേഴ്സണലി ദൈവവുമായിട്ട് ഉടമ്പടി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് യാക്കോബിന്റെ ജീവിതത്തിൽ അവിടെ കാണുന്നത്. സ്റ്റിൽ അണ്ടർ ദ പവർ ഓഫ് സിൻ. അതിനുശേഷം എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. യാക്കോബ് ഏശാവിന്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ബർത്ത് റൈറ്റ് കളവിലൂടെ ചീറ്റിങ്ങിലൂടെ ചീറ്റ് ചെയ്ത് തിരിച്ചു വാങ്ങിക്കുന്നു. അതിനുശേഷം ഇസ്ഹാക്കിൽ നിന്ന് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു. ബ്ലെസ്സിങ്സ് താൻ ഫസ്റ്റ് ബോൺ ആണ് എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ റിബേക്ക വന്ന് പറയുകയാണ്, ഏശാവ് നിന്നെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നീ എന്റെ സഹോദരന്റെ അടുക്കലേക്ക് ഓടിപ്പോകാം എന്ന് റിബേക്ക പറയുന്നു. ലാബാന്റെ അടുത്തേക്ക് യാക്കോബ് ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഈ രണ്ടാമത്തെ സ്ഥലത്ത് യാക്കോബ് എത്തുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് ബെഥേൽ. 28-ാമത്തെ അധ്യായം 17-19 വാക്യത്തിലാണ് നാം അത് കാണുന്നത്. അവിടെ ഒരു വലിയ ഭൂമി കാണുന്നു. അതിലെ ഏഞ്ചൽസ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് and the Lord was on top of it എന്നാണ് നാം വായിക്കുന്നത്. പേഴ്സണലി ദൈവവുമായിട്ടുള്ള ആദ്യത്തെ എൻകൗണ്ടർ യാക്കോബിന് അവിടെ വെച്ച് സംഭവിക്കുന്നു. അപ്പോൾ താൻ പറയുന്നു, ഇത് ദൈവത്തിന്റെ പാർപ്പിടം, ദിസ് ഇസ് ദ ഹൗസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാണ് ബെഥേൽ എന്ന പേര് യാക്കോബ് അവിടെ കൊടുക്കുന്നത്. 17-ാമത്തെ അധ്യായത്തില് 17-ാമത്തെ വാക്യം 28-ന്റെ 17-ാമത്തെ വാക്യത്തിൽ അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറയുന്നു. 19 അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. ആദ്യമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ അവിടെ യാക്കോബിന് ദൈവവുമായിട്ട് ഉണ്ടാകുകയാണ്. ദൈവം ഒരു കണ്ടീഷനും വെക്കുന്നില്ല. കുതികാൽ പിടിച്ചുകൊണ്ട് ഞാൻ ആർക്കും സെക്കൻഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു യാക്കോബ്. തന്റെ സഹോദരനോട് കളവ് ചെയ്ത് ബ്ലെസ്സിങ്സ് തട്ടിയെടുക്കുന്ന യാക്കോബ്. തന്റെ സഹോദരനെ കബളിപ്പിച്ച് ഫസ്റ്റ് ബോണിന്റെ ബർത്ത് റൈറ്റ് എല്ലാം നേടിയെടുക്കുന്ന യാക്കോബ്. അപ്പനോട് കളവ് പറയുന്ന യാക്കോബ്. ഇതൊന്നും ഒരു കണ്ടീഷനും വെക്കാതെ ദൈവം അവിടെ വിളിച്ചിട്ട് ഒരു കാര്യവും ചോദിക്കുന്നില്ല. അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ആയിരുന്നു. 13-ാമത്തെ വാക്യം, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും
ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. അവിടെ യാക്കോബ് നിന്റെ ദൈവം എന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. നിന്റെ ആകുന്നു. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകുന്നു. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ഐ വിൽ നോട്ട് പാസ് വിത്തൗട്ട് ഫുൾഫില്ലിംഗ് വാട്ട് ഐ ഹാവ് പ്രോമിസ്ഡ്. ഒരു കണ്ടീഷനും വെക്കാതെ അനുഗ്രഹിക്കുവാനായിട്ട് വിളിക്കുന്ന ഒരു ദൈവം. പക്ഷേ യാക്കോബിന് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നില്ല. മേ ബി തന്റെ ഉള്ളിലുള്ള ആ നേച്ചർ തന്നെ ആയിരിക്കാം ഈ ദൈവത്തിനും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം യാക്കോബിനും ഈ ദൈവത്തെ പൂർണ്ണമായിട്ട് എന്തിനാണ് ദൈവം വിളിക്കുന്നത്, എന്തിനാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. യാക്കോബ് തിരിച്ച് അങ്ങോട്ട് കുറെ കണ്ടീഷൻസ് വെക്കുകയാണ്. ദൈവം ഒരു കണ്ടീഷനും ഇല്ലാതെ യാക്കോബിനെ സ്നേഹിക്കുന്നു, യാക്കോബിനെ വിളിക്കുന്നു, യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ യാക്കോബ് അങ്ങോട്ട് കുറച്ച് കണ്ടീഷൻസ് വെക്കുകയാണ്. 20 മുതലുള്ള വാക്യത്തിൽ ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. കുറച്ച് കണ്ടീഷൻസ് അങ്ങോട്ട് വെക്കുകയാണ്. എനിക്ക് കഴിക്കുവാൻ ഭക്ഷണവും കുടിക്കുവാൻ വെള്ളവും ധരിക്കുവാൻ വസ്ത്രവും എല്ലാം തന്നാൽ ഈ ദൈവം എന്റെ ദൈവം. ഈ ദൈവത്തെ ഞാൻ ആരാധിക്കും. ഇവിടെ ഞാൻ തിരിച്ചു വന്ന ഒരു ആലയം പണിയും, ഞാൻ ദശാംശം തരും. കണ്ടീഷൻസോടുകൂടി ദൈവത്തെ കാണുന്ന ഒരു യാക്കോബ്. പൂർണ്ണമായിട്ട് ദൈവത്തെ മനസ്സിലാക്കാതെ ഫസ്റ്റ് എൻകൗണ്ടർ ആദ്യമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടിയെങ്കിലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു യാക്കോബ്. ബഥേൽ ഈസ് ഇമ്പോർട്ടന്റ്, ബട്ട് സ്റ്റിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാധനം. Why do we follow this word? ഇപ്പോഴും നാം ബഥേലിൽ തന്നെ ഇരിക്കുകയാണോ? നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം നിറവേറുവാനായിട്ട് ഒരു ലോട്ടറി ടിക്കറ്റ് ആണോ ദൈവം എന്ന് നമുക്ക് ചിന്തിക്കാം. എക്സാംസിന് നല്ല മാർക്ക് ലഭിക്കുക, പരീക്ഷയ്ക്ക് പാസ്സാവുക, നല്ലൊരു ജോലി ലഭിക്കുക, ജീവിതത്തിൽ സെറ്റിൽ ആവുക, ഇതിനുവേണ്ടി ദൈവം ഇതെല്ലാം ടേക്ക് കെയർ ചെയ്തോളൂ. ദൈവം ആക്ച്വലി അതൊരു കണ്ടീഷനും വെക്കാതെ ഇതെല്ലാം ഓൾറെഡി യാക്കോബിന് പ്രോമിസ് കൊടുത്തു. എന്നിരുന്നാലും ഇത് മാത്രമായിട്ട് ആണോ നമ്മളുടെ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട്? ഒരു കണ്ടീഷനും വെക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മുന്നിലേക്ക് നാം കണ്ടീഷൻസോട് കൂടിയാണോ ചെല്ലുന്നത്? ദൈവം നമ്മളെ ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ്. റോമർ 5:8 ഇപ്രകാരം പറയുന്നു, while we were still sinners, Christ died for us. നാം ദൈവത്തോട് ഒരു അഫിനിറ്റി കാണിച്ച സാഹചര്യത്തിലല്ല ദൈവം നമുക്ക് വേണ്ടി മരിച്ചത്. നാം റിബല്യസ് ആയിരിക്കുന്ന സാഹചര്യത്തിലാണ്, നാം ദൈവത്തിനോട് എനിമീസ് ആയിരിക്കുന്ന, ശത്രുക്കളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ഒരു കണ്ടീഷനും വെക്കാതെ, ഒരു ഇത് വെക്കാതെ ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ ഒരിക്കലായി മരിച്ചു. നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ബഥേൽ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് യാക്കോബ് ലാബാന്റെ അടുക്കലേക്ക് പോവുകയാണ്. ആ സ്ഥലമാണ് പദാൻ അരാം. ലാബാന്റെ അടുക്കൽ നമുക്കറിയാം 20 വർഷത്തോളം വളരെ പ്രയാസപ്പെട്ട്, വളരെ ദുഃഖിച്ച്, വളരെയധികം യാതനകളിലൂടെ കടന്ന് യാക്കോബ് പോവുകയാണ്. നമ്മളത് യാക്കോബിന്റെ 29ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ 31ാമത്തെ അധ്യായത്തിൽ യാക്കോബ് തന്നെ അത് ലാബാനോട് പറയുമ്പോൾ ആ എത്രമാത്രം പെയിനിലൂടെ, എത്രമാത്രം യാതനകളിലൂടെ യാക്കോബ് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജെനസിസ് ചാപ്റ്റർ 31 verses 38 to 41, 38 മുതലുള്ള വാക്യങ്ങൾ യാക്കോബ് ലാബാനോട് പറയുകയാണ്, ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല. ഈ 20 വർഷം എന്ന് പറയുന്ന അതിന് മുമ്പ് 37ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ല 20 വർഷം ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നുണ്ട് 7 years for Leah, 7 years for Rachel and 6 years for his wages എന്നാ പറയുന്നത്. അതിനുശേഷം പറയുകയാണ് 20 വർഷം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു,
നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ലാബാനോട് തന്റെ വ്യതകൾ, തന്റെ യാതനകൾ എന്താണെന്ന് അവിടെ ലിസ്റ്റ് ചെയ്യുകയാണ്. വളരെയധികം പ്രയാസപ്പെട്ടും വളരെയധികം യാതനകളിലൂടെയും പോയ ഒരു സാഹചര്യം. ദൈവം പ്രോമിസ് ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം. ദൈവം എന്താ പ്രോമിസ് ചെയ്തത്? എല്ലാം ഞാൻ നിനക്ക് തരും, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, നിന്റെ സന്താനങ്ങൾക്ക് ഈ സ്ഥലം എല്ലാം നൽകുമെന്ന് പ്രോമിസ് ചെയ്ത് വിടുന്ന ദൈവം. പക്ഷേ ഹാർഡ് വർക്ക്, ടോയിൽ ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ് മാത്രം നിറഞ്ഞ 20 വർഷക്കാലം. ഒന്ന് ആലോചിച്ച് നോക്കി, 20 വർഷക്കാലം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ 20 വർഷക്കാലം യാതനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പോകുന്ന ഒരു എക്സ്പീരിയൻസ്. ബീയിങ് ചീറ്റഡ് മെനി ടൈംസ്. താൻ ഓർക്കുന്നുണ്ടായിരിക്കാം, താൻ എപ്രകാരമാണോ ഏശാവിനെയും തന്റെ അപ്പനെയും ഒക്കെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, അതിന് ഇരട്ടിയായിട്ട് ഇവിടെ ലാബാൻ തന്നോട് ചീറ്റ് ചെയ്യാം. താൻ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ചോദിച്ചു. 14 വർഷത്തിന് ശേഷം യാക്കോബിനെ ദൈവം അത്യധികമായിട്ട് അനുഗ്രഹിച്ചു, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുത്തു. പക്ഷേ ആ യാതനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പോകുവാൻ ദൈവം ഉപയോഗിച്ചു. പതാൻ ആരാം എക്സ്പീരിയൻസ് നമുക്ക് ഓരോരുത്തർക്കും, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പ്രയാസങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും പോകുന്ന സാഹചര്യത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം പ്രോമിസ് തന്നതിൽ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ 16:33 കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ട്രബിൾസ്, ബട്ട് ബി ഓഫ് കറേജ്, ഐ ഹാവ് ഓവർകം ദി വേൾഡ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് അതിൽ നമുക്ക് ക്ലെയിം ഓൺ ചെയ്യാം, അതിൽ നമുക്ക് മുറുകെ പിടിക്കാം. 1 പത്രോസ് 1:6 പറയുന്നത്, though now for a little while you may have had to suffer grief in all kinds of troubles, trials. ഈ ഒരു ചെറിയ സാഹചര്യത്തിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, ദുഃഖങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് പോയി അന്വേഷിക്കേണ്ട കാര്യങ്ങൾ. ചിലപ്പോൾ അത് ഞാൻ ചീറ്റ് ചെയ്തുകൊണ്ട്, യാക്കോബ് അങ്ങനെ ഒന്നും ചിന്തിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നു. ഞാൻ ചീറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കളവ് പറഞ്ഞത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊന്നും നമ്മൾ റൂട്ട് കോസ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ക്ലിങ് ഓൺ ടു ഗോഡ്. ദൈവത്തിന്റെ പ്രോമിസിൽ മുറുകെ പിടിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. ദാറ്റ് വിൽ ഹെൽപ് us. തിരികെ ലാബാനിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കളെല്ലാം നേടി തന്റെ ഫാമിലിയോട്, തന്റെ കുടുംബത്തോടു കൂടെ തിരികെ കനാനിന്റെ പ്രദേശത്തിലേക്ക് യാക്കോബ് യാത്ര തിരിക്കുകയാണ്. 32-ാമത്തെ അധ്യായം 1-2 വാക്യത്തിൽ, അതായത് ലാബാനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ലാബാൻ തിരികെ പദാൻ ആരാമിലേക്ക് പോകുന്നു. 32-1-2 യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനയീം എന്ന് പേർ. ഒരു സെക്കൻഡ് എൻകൗണ്ടർ ആണ് അവിടെ കാണുന്നത്. പ്രോബബ്ലി താൻ ബഥേലിൽ വെച്ച് ദൈവത്തെ മുഖാമുഖം കണ്ട, അല്ലെ ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യം താൻ ഓർക്കുക. ദൂതന്മാരെ കണ്ടതോടുകൂടി he says, this is the camp of God. ഇത് ദൈവത്തിന്റെ സേന. ദൈവമായിട്ട് ഒരു മുൻകൈ എടുത്ത് യാക്കോബിനെ റീവിസിറ്റ് ചെയ്യുകയാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ്, ഇതിന് ശേഷം അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് താൻ ഏശാവിനോട് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. അനന്തരം യാക്കോബ്, 3-ാമത്തെ വാക്യം, ഏദോം നാടായ സെയീർ ദേശത്ത് തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. ദൈവമായിട്ടുള്ള ഒരു യഥാർത്ഥ ബന്ധത്തിലേക്ക് വരുമ്പോൾ the first thing that reminds that comes into our mind is our sinfulness. നമ്മളുടെ പാപ സ്വഭാവമാണ്. കാരണം നാം നിൽക്കുന്നത് അത്രയ്ക്ക് പരിശുദ്ധനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇത്ര അതിപരിശുദ്ധനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ the most highlighting thing is our sinfulness, is my wretchedness.
അതിന്റെ ആദ്യം ബഥേലിൽ വെച്ച് കണ്ടപ്പോൾ ഈ ഈ പാപബോധമോ ഈ തന്റെ പാപ സ്വഭാവത്തെ കുറിച്ചുള്ള ബോധമോ ഒന്നും തന്നിൽ വരുന്നില്ല. മഹനീമിൽ വെച്ച് യഥാർത്ഥമായിട്ട് ഈ കർത്താവ് ദൈവത്തെ കാണുമ്പോൾ താൻ ചെയ്ത പാപം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന യാക്കോബ്. തന്റെ ഉള്ളിൽ പിന്നെയും ഭയമുണ്ടായിരുന്നു. 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, യേശാവ് എന്തെങ്കിലും എപ്രകാരം എന്നോട് ചെയ്യും എന്ന് എനിക്ക് അറിയത്തില്ല. 10-ാമത്തെ വാക്യത്തിൽ ഞാൻ ഐ എം അൺവേർതി എന്ന് പറയുന്നു. 11-ാമത്തെ വാക്യത്തിൽ വളരെ ഇൻസെക്യൂർ ആയിരിക്കുന്ന യാക്കോബ്. പക്ഷെ പാപത്തെ, തന്റെ ഉള്ളിലുള്ള പാപത്തെ ഡീല് ചെയ്യുവാൻ യാക്കോബ് മുൻകൈയെടുത്തു. ദൈവം യഥാർത്ഥമായിട്ട് നമ്മളെ വന്ന് കാണുമ്പോൾ, മഹനീയമിൽ വന്ന് കാണുമ്പോൾ ദൈവം ഓർമ്മിപ്പിക്കുന്ന ചില പാപങ്ങൾ we might not have repented yet. ദൈവസന്നിധിയിൽ നമ്മളുടെ പാപ സ്വഭാവം മുഴുവൻ കാത്തുവെച്ച് ദൈവസന്നിധിയിൽ ഈ അതിപരിശുദ്ധനായ ദൈവം എന്നെ വന്ന് കാണുവാനായിട്ട് എനിക്ക് എന്ത് ഭാഗ്യം ലഭിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഹംബിൾ ചെയ്തുകൊണ്ട്, അത് തന്നെയാണ് യെശയ്യാ പ്രവാചകനും കാണുന്നത്. യെശയ്യാ പ്രവാചകൻ 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ താൻ ദൂതനെ കാണുമ്പോൾ താൻ ചോദിക്കുകയാണ്, താൻ പറയുകയാണ്, വോ അൺടു മീ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അരിഷ്ട ഹൃദയമുള്ള മനുഷ്യരുടെ ഇടയിൽ എന്ന് പറയുന്നു. പത്രോസും അത് തന്നെയാണ് പറയുന്നത്. കർത്താവ് പെരുത്ത മീൻകൂട്ടം അത്ഭുതമായിട്ട് തനിക്ക് കൊടുത്തപ്പോൾ his first response was to leave all those fish and run to him and say, go away from me, Lord, I am a sinful man. That was Peter's first response. So a God who is almighty, all powerful, loving, that's all true, but the first thing, the first and most important quality, attribute of our God is that he is holy. And we cannot approach to him, we cannot approach him without repenting of our sins. നമ്മളുടെ പാപങ്ങളെ ഏറ്റു പറയാതെ നമുക്ക് ഈ അതിപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാരണവശാലും വരുവാൻ സാധിക്കില്ല. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന യാക്കോബ്, തന്റെ ഉള്ളിൽ ഭയങ്ങളും ഫിയറും ആൻസൈറ്റിയും ഇൻസെക്യൂരിറ്റിയും അൺവേർത്തിനെസ്സും എല്ലാം തന്റെ മനസ്സിലുണ്ട്. But still he chose to repent. Unless there is a conviction of my wretchedness and sinfulness, there is no true encounter of God. ബഥേലിൽ വെച്ച് കണ്ടപ്പോഴും തനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലായിരുന്നു. ഇവിടെ മഹനീമിൽ വന്നപ്പോഴാണ് യഥാർത്ഥമായിട്ട് താൻ എപ്രകാരം കളവ് ചെയ്തു, താൻ എപ്രകാരം ചീറ്റ് ചെയ്തു എന്നെല്ലാം ചിന്തിച്ച് യേശാവിനോട് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന യാക്കോബ്. മഹനീം കഴിഞ്ഞു. അതിനുശേഷം യാക്കോബ് വീണ്ടും യേശാവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പോഴാണ് 32-ാമത്തെ അധ്യായത്തില് യാബോക്കിന്റെ തീരത്ത് വെച്ച് വേറൊരു ലാൻഡ് മാർക്ക് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജെനസിസ് ചാപ്റ്റർ 32. സോ ഈ തനിക്ക് മുമ്പേ ദൂതന്മാരെ എല്ലാം അയക്കുന്നുണ്ട്. അത് കൂടാണ്ട് തന്റെ കുടുംബത്തെയും പല പല ഭാഗമായിട്ട് തിരിക്കുകയാണ്. ലേയായും മക്കളെയും ഒരുമിച്ചാക്കുന്നു. റുബേക്ക തന്റെ മറ്റു 2 വൈഫ്സിനെയും അവരുടെ മക്കളെയും ഒരുമിച്ചാക്കുന്നു. ഏറ്റവും പിന്നാലെ റുബേക്കാനെയും ജോസഫിനെ ആക്കുന്നു. ഏറ്റവും ഒടുവിൽ താനും നിൽക്കുകയാണ്. ആ സമയത്താണ് 32-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ദൂതൻ വന്ന് യാക്കോബിനോട് മല്ലു പിടിക്കുന്ന സാഹചര്യം. യാക്കോബിന്റെ തീരത്ത് വെച്ച് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയുന്നു. അപ്പോൾ മനുഷ്യരോട് മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ്. അപ്പോൾ ആ ദൂതൻ ചോദിക്കുകയാണ്, നിന്റെ പേരെന്ത്? അപ്പോൾ യാക്കോബ് വീണ്ടും റിയലൈസ് ചെയ്യുന്നു തന്റെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്നുള്ളത്. He says, my name is Jacob. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഡിസീവർ എന്നാണ്. I am a deceiver എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹംബിൾ ചെയ്യുന്ന യാക്കോബ്. അപ്പോഴാണ് ദൂതൻ പറയുന്നത്, ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറയും.
ഇവിടെയാണ് യഥാർത്ഥമായിട്ട് ദൈവത്തെ താൻ കാണുന്നത്. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം റെസിൽസ് വിത്ത് ഗോഡ് എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷേ ഹീബ്രുവില് ചില എക്സ്പ്ലനേഷൻസ് പറയുന്നത് കണ്ടെന്റഡ് വിത്ത് ഗോഡ്, ട്രയംഫന്റ് വിത്ത് ഗോഡ്. ഇത്രയും നാളും ചതിച്ച് തനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും തനിക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കുവാൻ ശ്രമിച്ച യാക്കോബിനെ ഇവിടെ ടു ബി കണ്ടെന്റഡ് വിത്ത് ഗോഡ് ആക്കി ദൈവം തന്നെ തീർക്കുകയാണ്. നാം ആ ഡിസീവറിൽ നിന്ന് യാക്കോബിനെ ദൈവത്തിൽ കണ്ടെന്റ്മെന്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ജേക്കബ് കോൾഡ് ദാറ്റ് പ്ലേസ് പെനിയേൽ. പെനിയേൽ അല്ലെ പെനുവേൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ. അതിനുശേഷം സംഭവിക്കുന്നത്, യാക്കോബ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു, നീ എന്റെ പേര് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. അതിനു മുമ്പ് തുടയുടെ 24-ാമത്തെ വാക്യം, അപ്പോൾ ഒരു പുരുഷൻ ഉഷസാവുമ്പോഴും അവനോട് മല്ലു പിടിച്ചു, അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു, ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കി. അതിനുശേഷം നാം കാണുന്ന 31-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, സൂര്യൻ ഉദിച്ചു, എന്നാൽ തുടയുടെ ഉളക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. Heel grabber to a limber. Second to no one എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഒരു സ്റ്റാഫിൽ ലീൻ ചെയ്തുകൊണ്ട് ഒരു വടിയുടെ സഹായത്തോടെ നടക്കുന്ന യാക്കോബ്, തന്നെ താഴ്ത്തി തന്നെ ഹംബിൾ ചെയ്ത് താൻ ആരുമല്ല ഏതുമല്ല എന്ന് പറയത്തക്ക സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന യാക്കോബ്. 31-ാമത്തെ വാക്യത്തിൽ നാം ഇത് കാണുന്നു. He was limping because of his hip. താൻ പാപിയാണെന്ന് മനസ്സിലാക്കി തന്നെ താഴ്ത്തി തന്റെ പാപങ്ങൾ ഏറ്റു പറയാൻ മാത്രമല്ല, തന്റെ പാപ സ്വഭാവം, തന്റെ അഹങ്കാരം, തന്റെ അഹന്ത, തന്റെ പ്രൈഡ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഹംബിൾ ചെയ്യുന്ന യാക്കോബ്. ഇതിനു ശേഷമാണ് നാം കാണുന്നത് ഏശാവ് തന്നോട് forgive ചെയ്യുന്നത്. ഏശാവുമായിട്ടുള്ള റിലേഷൻ, ആ സംസാരമെല്ലാം നമ്മൾ 34-ാമത്തെ അധ്യായത്തിൽ കാണും. അതിനുശേഷം താൻ ബഥേലിലേക്ക് തിരികെ പോകുവാനായിട്ട് ദൈവം പറയുകയാണ്. 35-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുന്നു. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. ദൈവം ബഥേലിൽ ചെല്ലുവാനായിട്ട് പറഞ്ഞു. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുൻപിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ഇത്രയുമേ ദൈവം പറഞ്ഞുള്ളൂ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും നാം പുറപ്പെട്ട ബഥേലിലേക്ക് പോവുക. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും. തിരികെ ബഥേലിലേക്ക്, തിരികെ ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന ഒരു യാക്കോബ്. അതിനുശേഷം ബഥേലിലെ യാഗപീഠം പണിത് കഴിഞ്ഞേച്ച് തിരികെ യാക്കോബ് കനാന്റെ പ്രദേശത്തിലേക്ക് വരികയാണ്. 37-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. ഇതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് 36-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഏശാവിനെ കുറിച്ച് കാണുന്നു. 6-ാമത്തെ വാക്യം, എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയും ഒക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക്. കമ്മിങ് ബാക്ക് ടു ദ പ്രോമിസ് വേഴ്സസ് ഗോയിങ് അവേ ഫ്രം ദ പ്രോമിസ്. ഇസഹാക്കിനും അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ആ പ്രോമിസിലേക്ക് തിരികെ വരുന്ന, ആ ദൈവത്തിലേക്ക് തിരികെ വരുന്ന ഒരു യാക്കോബ്. താൻ ഇത്ര വലിയ ഡിസീവറും ഇത്ര വലിയ ചീറ്ററും ആയിരിക്കെ അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു യാക്കോബ്. പക്ഷെ ഏശാവോ തന്റെ സ്വത്തുക്കളും തന്റെ ഫാമിലി, തന്റെ കുടുംബത്തെയും പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് യാക്കോബിന്റെ അടുത്ത് നിന്ന് കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച കാര്യങ്ങളാണെന്ന് പ്രത്യേകം അവിടെ പറയുന്നു. കനാൻ ദേശത്ത് നിന്ന് സമ്പാദിച്ച കാര്യങ്ങളുമായി ദൂരെ ദൈവത്തിന്റെ അടുത്തിൽ നിന്ന് ദൂരത്തേക്ക് പോകുന്നു. വാട്ട് ഈസ് അവർ ചോയ്സ്? ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ
അത് നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണോ, ദൈവത്തിൽ നിന്ന് അകറ്റുകയാണോ? പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ യോസേഫിന്റെയും തന്റെ സഹോദരന്മാരുടെയും കാര്യങ്ങൾ നമ്മൾ കാണുന്നു. യോസേഫിന്റെയും സഹോദരന്മാരുടെയും കഥകൾ നമ്മൾ വായിക്കുന്നു. പിന്നീട് നാം യാക്കോബിനെ കാണുന്നു. 47-ാമത്തെ അധ്യായത്തിൽ യോസേഫ് യാക്കോബിനെയും വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് തന്റെ സഹോദരന്മാരോട് പറയുമ്പോൾ യാക്കോബ് ആദ്യമായിട്ട് ഫറോ രാജാവിനെ കാണുവാനായിട്ട് പോവുകയാണ്. ഫറവോൻ രാജാവ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇന്നത്തെ ജോ ബൈഡനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അതിലൊക്കെ ഉപരിയായിട്ട് അതിലൊക്കെ ശക്തനായിട്ടുള്ള ഒരു രാജാവാണ് ഫറവോൻ. അപ്പൊ ഫറവോന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ഫറവോൻ ചോദിക്കുകയാണ്, 8-ാമത്തെ വാക്യത്തിൽ ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ആർ യു? അപ്പൊ യാക്കോബിന് വേണമെങ്കിൽ 130 സ്ട്രൈറ്റ് അവേ പറയാമായിരുന്നു. പക്ഷെ യാക്കോബ് പറയുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാം. യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായി. The years of my pilgrimage അല്ലെങ്കിൽ sojourning is 130. ഇത്രയും നാളും തനിക്ക് വേണ്ടിയിട്ട് എല്ലാം ഗ്രാബ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന യാക്കോബ്, ബർത്ത് റൈറ്റ് ആയിരുന്നാലും ഏശാവിനേക്കാൾ സെക്കൻഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിലും ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കുവാൻ ശ്രമിച്ചിരുന്ന യാക്കോബിൽ നിന്ന് ഇത്ര കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 130 years, the days of my pilgrimage, the days of my sojourning, എന്റെ ഈ ലോകത്തിലെ പരദേശ പ്രയാണം. How do we live in this world? നാം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? സമ്പാദിച്ചെടുക്കുവാൻ ശ്രമിക്കാറുണ്ടോ? അത് നമ്മുടെ ഡിഗ്രീസ് ആയിരിക്കാം, നമ്മളുടെ സ്വത്തുക്കളായിരിക്കാം, നമ്മളുടെ മക്കളായിരിക്കാം. നമ്മൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? അതോ യാക്കോബ് മനസ്സിലാക്കിയതുപോലെ the years of my sojourning, the years of my pilgrimage, 130 years. എബ്രായർ 11-ാമത്തെ വാക്യത്തിലും ഈ വിശ്വാസ വീരന്മാരുടെ കാര്യം പറയുമ്പോൾ ഒടുവിലായി പറയുന്ന ഒരു വാക്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണ്. വിശ്വാസത്തിലൂടെ ഓരോരുത്തരും എപ്രകാരമാണ് വിശ്വാസത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചത് എന്ന് നമ്മൾ വായിക്കുന്നു. ഏറ്റവും അവസാനം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവരൊന്നും വിശ്വസിച്ചിരുന്ന കാര്യം അവർക്ക് പെർമനന്റ് ആയിട്ട് ഈ ലോകത്തിൽ വെച്ച് ലഭിച്ചിരുന്നില്ല. അബ്രഹാം ആവട്ടെ, ഓരോരുത്തരുടെ കാര്യം എടുത്തു പറയുമ്പോഴും അവര് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അവർ പലരും നേടിയെടുത്തിട്ടില്ല. പക്ഷെ അവരതുകൊണ്ട് ഡിസപ്പോയിന്റഡ് ആവുകയൊന്നും ചെയ്തില്ല. അവരെല്ലാവരും ഈ ലോകത്തില് തങ്ങൾ പരദേശികളും വി ആർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഏലിയൻസ് എന്നുള്ള കൺസെപ്റ്റോടുകൂടി ജീവിച്ച ആൾക്കാരാണ്. ഐ ഹാവ് എ ഹോം ടു ഗോ. അവിടെയാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യഭവനം എന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഫൈനലി ജേക്കബ് റീച്ചസ് ഹോം. ഉൽപ്പത്തി പുസ്തകം 49-33 നാം അത് വായിക്കുന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വെടിഞ്ഞ് തന്റെ ജനത്തോട് ചേർന്നു. ഈ യാത്ര മുഴുവൻ ചെയ്തിട്ട് അവസാനം ഭൂമിയിൽ എത്താതെ പോയാൽ എന്ത് വലിയ നഷ്ടമായിരിക്കും. തന്റെ ജനത്തോട് ചേർന്നു. അതിനു മുമ്പ് നാം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 29-ല് യാക്കോബ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത് ഞാൻ എന്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ നിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. ബോഡി ഇവിടെ തന്നെയാണ്, പക്ഷെ എസെൻഷ്യലി തന്റെ ആത്മാവ്, താൻ ആരായിരിക്കുന്നു എന്നുള്ള തന്റെ അന്തസത്ത അത് തിരികെ വീട്ടിൽ എത്തുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് യാക്കോബ്. How do we live in this world?
trying to hold things, trying to get things for us? Or do we live with the concept of being strangers and aliens, and we have a home to go? എന്നുള്ള കൺസെപ്റ്റിലാണോ നാം ജീവിക്കുന്നത്? നാം ഈ 8 സ്ഥലങ്ങളിലൂടെ നാം യാക്കോബിന്റെ ജീവിതത്തിലൂടെ ആദ്യം കനാനിൽ ചെന്നപ്പോൾ താൻ ഒരു ഉടമ്പടിയുടെ ഭാഗമായിരുന്നു, തന്റെ ഫോർഫാദേഴ്സിന്റെ ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. But he was influenced by, he was under the influence of sin. രണ്ടാമത് ബഥേലിൽ വെച്ച് താൻ ഒരു എൻകൗണ്ടർ വിത്ത് ഗോഡ് ഉണ്ടാവുന്നു, പക്ഷെ വീണ്ടും താൻ തന്റെ ലൗകികമായ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത് പദാനാരാമിൽ വെച്ച് വളരെയധികം ബുദ്ധിമുട്ടുന്നു, പ്രയാസപ്പെടുന്നു, പക്ഷെ ദൈവം കണ്ടിന്യൂസ് ടു ബ്ലെസ് ഹിം. പിന്നീട് കനാനിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ പിന്നീട് മഹനീയമിൽ വെച്ച് ദൈവം റീവിസിറ്റ് ചെയ്യുന്നു. അവിടെ തനിക്ക് തന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുന്നു. അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കും. യഥാർത്ഥമായിട്ട് ദൈവത്തെ മൂന്നാമത്തെ എൻകൗണ്ടറിൽ വെച്ച് കാണുന്നു. പെനിയേലിൽ വെച്ച് ഫേസ് ടു ഫേസ് ദൈവത്തെ കാണുന്നു. തന്റെ പാപത്തെ ഏറ്റു പറയുക മാത്രമല്ല, തന്റെ നേച്ചർ എത്രത്തോളം നികൃഷ്ടമാണ് എന്ന് മനസ്സിലാക്കി തന്നെ ഹംബിൾ ചെയ്തു. അവിടെ നിന്ന് തിരികെ വാഗ്ദത്ത നാട്ടിലേക്ക് തന്റെ ചോയ്സിൽ കനാനിലേക്ക് വരുന്നു. എന്നാൽ ഏശാവ് തന്റെ ചോയ്സിൽ കനാനിൽ നിന്ന് ദൂരെ പോകുന്നു. ഈജിപ്തിലായിരിക്കുമ്പോൾ താൻ പിൽഗ്രിമാണ്, താൻ സൊജോണറാണ്, താൻ പരദേശവാസിയാണെന്നുള്ള കൺസെപ്റ്റിലൂടെ ജീവിക്കുന്നു. ഫൈനലി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, when I look back, probably ഓരോ സ്ഥലവും എന്റെ ജീവിതത്തിൽ വളരെ 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 significant ആണ്. എന്റെ ജീവിതത്തിലും ഞാൻ ഈ സിറ്റുവേഷൻസിലൂടെ ഒക്കെ ഞാനും പോയിട്ടുണ്ട്. ചിലപ്പോൾ നാം ആദ്യത്തെ കനാനിലായിരിക്കാം, ചിലപ്പോൾ നാം ബഥേലിലായിരിക്കാം, പദാനാരാമിലായിരിക്കാം, മഹനീമിലായിരിക്കാം, പെനിയേലിലായിരിക്കാം. നമ്മുടെ ചോയ്സിൽ കനാനിൽ വന്നിട്ടുണ്ടാവാം. ഈജിപ്തിലെ പരദേശവാസിയായിട്ട് ജീവിക്കാമെന്നുള്ള ചിന്തയിലുണ്ടാവും. Always remember that we have a home. We are pilgrims, we are aliens, we are strangers, we are sojourners in this world. Let us live with the hope with the Lord in us.